പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രാസ്ഥാനിക നേതാക്കൾ, SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവന് പങ്കെടുത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ, അടിമ ഉടമ എന്ന തലവാചകത്തിലാണ് ഈ സെഷൻ നടക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നമ്മുടായി അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, വഹദൈനാഹുൻ നജ്ദൈൻ, നിങ്ങൾക്ക് രണ്ട് വഴിയും നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇരുട്ടിൻ്റെ വെളിച്ചത്തിൻ്റെ, വിജയത്തിൻ്റെ പരാജയത്തിൻ്റെ, മനുഷ്യത്വത്തിലേക്ക് ഉയരാനും മൃഗീയതയിലേക്ക് തരംതാവാനും ഓരോരുത്തർക്കും കഴിയും എന്നാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. സെലക്ട് ചെയ്യുന്ന വഴി ഏതായിരിക്കണം, വളരെ ആലോചന അതിലുണ്ടാവണം എന്നാണ് റോഡ് നോട്ട് ഐക്കണിൽ റോബർട്ട് ഫ്രോസ്റ്റ് സൂചിപ്പിക്കുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മളിലുണ്ടാവുന്ന ഖേദം, നമ്മളിലുണ്ടാവുന്ന ടെൻഷൻ ഒരുപക്ഷെ ഫലം ഇല്ലാതെ ആയിപ്പോകും. മനുഷ്യന് ഉയർന്നുയർന്ന് മലക്കുകളുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെയും മീതെ പറക്കുന്ന ലോകത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. അതേ മനുഷ്യന് തന്നെ തരംതാണ് ഉലായിക കൽ അൻആം, മൃഗത്തെ പോലെ, അല്ലെങ്കിൽ ബൽഹും അളൽ, അതിനേക്കാളും തരം താവാനും കഴിയും. എങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ നിശ്ചയിക്കപ്പെടുന്നത്? ഒരാൾ എപ്പോഴാണ് നല്ല മനുഷ്യനാവുന്നത്? ഒരാൾ പ്രകാശത്തിൻ്റെ, വിജയത്തിൻ്റെ, ഉയരങ്ങളുടെ ലോകത്തേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അവിടെയാണ് ഈ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം പുതിയ കാലത്തുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുന്നത്. പുതിയ കാലം നമുക്കറിയാം, ആരും എന്നെ നിയന്ത്രിക്കേണ്ടതില്ല, കൺട്രോൾ ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലം. അതിനെ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്ന കാലമായി വിലയിരുത്തപ്പെടുന്നു. മനുഷ്യൻ ഉയരങ്ങൾ കീഴടക്കുന്നത് അടിമ എന്ന ബോധ്യം അയാൾക്കുണ്ടാവുമ്പോഴാണ്. ആരുടെ അടിമ? അത് വളരെ പ്രധാനമാണ്. ഞാൻ ആരുടെ അടിമയാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അഭിമാനപൂർവ്വം ആലോചിക്കേണ്ട ഒന്നാണ്. മനുഷ്യന് പലതരത്തിലുള്ള അടിമകളാവാനും കഴിയും. ഉദാഹരണത്തിന് അബ്ദുദ്ദീനാർ, പണത്തിൻ്റെ അടിമ. ദീൻ വാങ്ങാനും നരകം വാങ്ങാനും പണം കൊണ്ട് കഴിയും എന്നതുകൊണ്ടാണ് ദീനാർ, ദീൻ പ്ലസ് നാർ ഈസ് ഈക്വൽ ടു ദീനാർ എന്ന് പണത്തിന് പേര് വന്നേക്കുന്നത്. അതേ മനുഷ്യന് തന്നെ അബ്ദുൽ ഹവ, ആഗ്രഹങ്ങളുടെ അടിമയാവാൻ കഴിയും. ഇച്ഛയുടെ, താല്പര്യത്തിൻ്റെ അടിമ. ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കണം, ഞാൻ ചെയ്തിരിക്കും. അതിലാരും എന്നെ തടയിടാൻ വരേണ്ടതില്ല, വന്നിട്ട് കാര്യമില്ല. അതാണ് അബ്ദുൽ ഹവ എന്ന് പറയുന്നത്. മനുഷ്യന് അബ്ദുൽ ജസദാവാൻ പറ്റും, ശരീരത്തിൻ്റെ അടിമ. ശരീരം എന്താണോ പറയണത്, ഉറങ്ങണം, ഉറങ്ങും, തിന്നണം, തിന്നും, അമിതമായി തിന്നണം, ആ തിന്നും, അങ്ങനെയും പറ്റും. ഇതൊക്കെ തോറ്റു പരാജയപ്പെട്ടു പോയ ടീമാണ്. എപ്പോഴാണ് ഒരാൾ നല്ല അടിമയാവുന്നത്? നല്ല അടിമയാവുന്നത് അബ്ദുള്ളയാവുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ അടിമയാവുമ്പോഴാണ്. ആരാണ് അബ്ദുള്ള? അബ്ദുള്ളമാർക്ക് 5 ക്വാളിറ്റി ഉണ്ടാവും. ഒന്ന്, ഈ 5 ക്വാളിറ്റിയും ഉള്ള ആളെ തന്നെ ആദ്യം പരിചയപ്പെട്ടാൽ പിന്നെ 1, 2 എന്ന് പറഞ്ഞ് വിശദീകരിക്കേണ്ടതില്ലല്ലോ.
ഏറ്റവും നല്ല അബ്ദുള്ള മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത? ഞാൻ എന്ന ഭാവത്തെ കത്തിച്ച് കളയുക, ഞാൻ എന്ന ചിന്തയെ ഡിലീറ്റാക്കി കളയുക. ദബഹുൻ നഫ്സ് എന്ന് അതിന് സൂഫിയാക്കൾ വിളിക്കും. ഞാൻ എന്ന ചിന്ത ഇല്ലാതാവുക, മുഴുവനായിട്ടും റബ്ബിലേക്ക് അലിഞ്ഞു ചേരുക. അതുകൊണ്ടാണ് മക്കം ഫതഹിന്റെ അന്ന് ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഴയ കാര്യം ഓർത്തുകൊണ്ട് ശത്രുക്കളാകുന്ന നമ്മളെ എന്തേലും ചെയ്തേക്കുമോ എന്ന് പേടിച്ച് വിറക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്തിനാ എൻ്റെ മുമ്പിൽ എന്ത് വിറക്കണത്? ഞാൻ ഖുറൈശി കുടുംബത്തിലൊരു സാധാ പെണ്ണിൻ്റെ മോനാണ്, ഞാനൊരു അടിമയാണ്, നിങ്ങളൊരു അടിമയല്ലേ, പിന്നെ എന്തിനാ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പേടിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയോഗങ്ങളിൽ എപ്പോഴും ഞാനൊരു അടിമയാണ് എന്ന പ്രയോഗം അഭിമാനപൂർവ്വം വരുന്നത് കാണാം. ലാ തതുറുനി കമാ അതുറത്തിൻ നസ്വാറ ഈസ ഇബ്നു മറിയം. ഈസാ നബിയെ ദിവ്യത്വം കൊടുത്ത് പ്രചരിപ്പിച്ചതുപോലെ, വിശേഷപ്പെടുത്തിയതുപോലെ നിങ്ങൾ എന്നെ അങ്ങനെ പറയരുത്. ഇന്നമാന അബ്ദുൻ, ഞാനൊരു അടിമയാണ്, ഞാൻ തീർത്തൊരു അടിമയാണ്. തങ്ങൾ എന്താ ഇങ്ങനെ നിലത്തിരിക്കുന്നത് നബിയെ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ, അജ്ലിസു കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഇരിക്കുന്ന പോലെ ഇരുന്നോളാം, അതൊക്കെ തന്നെ എനിക്ക് വേണ്ടതുള്ളൂ. തങ്ങളെന്താ ഇങ്ങനെ തിന്നുന്നത്? ആക്കുലു കമാ യഅ്കുലുൽ അബ്ദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്ന് ചോദിച്ചല്ലോ, ഓപ്ഷൻ ഉണ്ട് നബിയെ, രാജാവാകുന്ന നബിയാകുന്നോ അടിമയാകുന്ന നബിയാകുന്നോ? ജിബ്രീൽ രണ്ടാമത്തെ മതി, അടിമ മതി, അടിമ മതി. കണ്ടോ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ പറയുമ്പോഴെല്ലാം അള്ളാഹു ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ക്വാളിറ്റി ആയിരിക്കും എൻ്റെ അടിമ. എൻ്റെ അടിമ എന്ന പ്രയോഗം അതിശക്തമായ ഭാഷയിൽ അള്ളാഹു പറയുന്നു. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, എൻ്റെ അടിമയെ ഞാൻ രാപ്രയാണം നടത്തി, അഥവാ ഇസ്റാ നടത്തി. ആരെയാണ് ഈ പറയണത്? നമ്മുടെ എല്ലാവരുടെയും നേതാവായ നബിയു സഖലൈൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അള്ളാഹു പറയണത്, എൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയ റബ്ബ് എത്ര പരിശുദ്ധൻ. അങ്ങനെ ഇസ്രായിന്റെ യാത്രകളൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ആകാശലോകത്താണ്, മിഅ്റാജിലേക്ക് എത്തി. ആ മിഅ്റാജിനെ കുറിച്ചും അള്ളാഹു പറയണത്, വഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ, എൻ്റെ അടിമക്ക് ഞാൻ പലതും കൊടുത്തു. എൻ്റെ അടിമക്ക് നിങ്ങൾക്ക് പറഞ്ഞാൽ തിരിയാത്ത, നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത, നിങ്ങൾക്ക് ഗോപ്യമായ, നിങ്ങളുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത പലതും എൻ്റെ അടിമക്ക് കൊടുത്തിട്ടുണ്ട്. വഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ ഖുർആനാണ്. അതിനെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹുവിന് പറയാനുള്ളത്, വെള്ളിയാഴ്ചകളിൽ മോമിനീങ്ങൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫിന്റെ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, എൻ്റെ അടിമക്ക് ഞാൻ കൊടുത്ത സമ്മാനം, എൻ്റെ അടിമ. അതുകൊണ്ടല്ലേ മോമിനീങ്ങൾ അല്ലെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലുന്നവർ വ അശ്ഹദു അന്ന മുഹമ്മദൻ കഴിഞ്ഞിട്ട് റസൂലുഹു പറയുന്നതിന് മുമ്പ് അബ്ദുഹു എന്ന പ്രയോഗം കൊണ്ടുവരുന്നത്. എന്തായിരിക്കും ഈ അബ്ദിന്റെ ശക്തി? എന്തായിരിക്കും ഈ അബ്ദിന്റെ അകപ്പൊരുൾ? അതിൻ്റെ അന്തസത്ത എന്തായിരിക്കും? അതിൻ്റെ ഉൾസാരം എന്തായിരിക്കും? അബ്ദ്, അടിമ. എന്തായിരിക്കും ഇത്ര അഭിമാനപൂർവ്വം ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്തായിരിക്കും? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു സ്ഥാനം ലോകത്തില്ല. ഞാൻ ആരടിമ? നിങ്ങളെന്താ വിചാരിച്ചേക്കുന്നത്? ഞാൻ ആരടിമ? ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാവിൻ്റെ അടിമയാണെന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സുരക്ഷിതരാണ്. നമുക്കിനിയൊന്നും പേടിക്കാനില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം, അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അതാണ്. അതൊക്കെ അള്ള നോക്കിക്കോളും. ഞാനല്ല എൻ്റെ ആള്. ബോസ് വയ്യേ വരിക, കലക്ഷൻ നമ്മളല്ല കൊടുക്കുക, നമ്മൾ വെറും സ്റ്റാഫാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറില്ല നിങ്ങൾ? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇതാണ് അബ്ദുള്ളമാരുടെ 1-ാമത്തെ ക്വാളിറ്റി. അതേസമയത്ത് പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ പുതിയ കാലത്തെ വെസ്റ്റേൺ സൈക്കോളജി പെരുകിയ കാലത്ത് നമ്മൾ സംസാരിക്കുന്നത് തന്നെ നേരെ ഉൾട്ടയായിരിക്കും.
വെറുതെ ഇവിടെ ഒരു കോഡ്ലെസ് മൈക്ക് എടുത്തിട്ട് നമ്മൾക്കിങ്ങനെ ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നാൽ നമ്മൾ എന്തായിരിക്കും പറയുക? PhD കഴിഞ്ഞു, ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ 2 പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് നമ്മൾ പറയാ. റസൂൽ പറയും ഇന്നമാന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. അങ്ങനെ പറയുന്നിടത്താണ് തങ്ങൾക്ക് ഇഷ്ടം. ഓ, എന്തൊരു രസമാണത് കണ്ടോ. ഇത് എല്ലാ മേഖലയിലും ഉണ്ടാവും. ഉദാഹരണത്തിന് ഇവിടെ ആരെങ്കിലും എന്നെ കോഴിക്കോട് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു റെയിൽവേ സ്റ്റേഷനിൽ. ഉസ്താദേ, നമ്മൾ കുറച്ച് ട്രാഫിക് ജാമിൽ കുടുങ്ങിപ്പോയി, ഉസ്താദ് നേരത്തെ ഇറങ്ങിയോ എന്ന ചോദ്യത്തിന് എസ് ഓർ നോ മാത്രമേ ആൻസർ ഉള്ളൂ. പക്ഷേ എൻ്റെ കിബർ അതിന് സമ്മതിക്കില്ല. ഞാൻ പറയും 4:30 വന്നേ ഭാരതിൽ വന്നു. ശരിക്കും അണ്ടകടാഹട പറയേണ്ട ഒരാവശ്യമില്ല. അതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ലോക്കൽ ഏറനാട് പരശു അതിലൊന്നല്ല എൻ്റെ യാത്ര, ലെവല് വേറെയാണെന്നാണ് അതിൻ്റെ താല്പര്യം. ഇത് ആത്മീയ മേഖലയിലും ഉണ്ടാവും. ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ചിലർ പറയും ഞാൻ ഉസ്താദിൻ്റെ അടുത്തുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇതെന്തിനാ വിളിച്ചത്? ഇതെല്ലാ മേഖലയിലും ഉണ്ടാവും. ഇതിനെ മുഴുവനും ചുരുട്ടിക്കൂട്ടിയിട്ട് ശരിപ്പെടുത്തുന്ന ഒരു ആത്മീയ ടെർമിനോളജിയാണ് അബ്ദുള്ള എന്നുള്ളത്. നിങ്ങളെന്താ വിചാരിച്ച്? കാര്യമായിട്ട് ഒരു ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവത്തിന് അടിമ ഉടമ എന്ന ശീർഷകത്തിൽ ഒരു സെഷൻ്റെ താല്പര്യം എന്താ? ഇതിനേക്കാൾ വലിയ ഒരു ആശയം എന്താണുള്ളത്? പിന്നെ നമ്മളൊരു അടിമയാവുക. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഹത്തിം സ്വനമക്ക്, നീ നിന്നെ തന്നെ ആരാധിക്കുന്ന ഒരു ബിംബം, പൂജിക്കുന്ന ഒരു ആരാധന നിന്റെ ഉള്ളിലുണ്ട്, ഒരു ബിംബം, അതിനെ തകർക്കുക. ഹത്തിം സ്വനമക്ക്. എന്നിട്ട് വകുൻ ഇൻദ നഫ്സിക സഗീറ, നിന്റെ ഉള്ളിൽ നീ ചെറുതാവുക. എനിക്ക് ബാഡ്ജ് കിട്ടിയില്ല, എനിക്ക് കിട്ടിയ ഫുഡിൽ പീസ് കുറവാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 4 മക്കളൊക്കെ ഉപ്പമാരിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി മനുഷ്യന്മാരെന്തപ്പോൾ ചെയ്യുക? ഇന്നമാന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. അത് അക്ഷരങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ താവാണ് എന്ന് തോന്നും, പക്ഷെ ആശയങ്ങൾ കൊണ്ട് അടിമ എന്ന പ്രയോഗത്തിനേക്കാൾ മുകളിൽ പറക്കുന്ന ഒരു പറവ ലോകത്തുണ്ടാവില്ല. അതാണ് അടിമ എന്ന തലവാചകത്തിന്റെ താല്പര്യം. അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ പ്രയോഗം ലഭിച്ച മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഫമിനല്ലാഹ്, അത് അല്ലാഹ് തന്നതാണെന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കും. ഇതെവിടെ നിന്ന് കിട്ടിയതാ? അല്ലാഹ് തന്നാണ്. കണ്ടോ, എൻ്റെ അല്ലാഹ് തന്നതാണ്. സീസൺ അല്ലാത്ത കാലത്ത് വളരെ ഡിലീഷ്യസ് ആയ ഫ്രൂട്ട്സുകൾ തിന്നുന്ന കണ്ടപ്പോ മറിയം ബീബി റളിയല്ലാഹു അൻഹയോട് നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം ചോദിച്ചു, അല്ല മറിയം, ഇവിടങ്ങളിലൊന്നും ഇല്ലാത്ത സീസൺ അല്ലാത്ത ഫ്രൂട്ട്സ് ആണല്ലോ നിന്റെ മുമ്പിലുള്ളത്, അന്നാലക്കി ഹാദ, ഇത് എവിടെ നിന്ന് കിട്ടി? മറിയം ബീവിക്ക് എന്തൊക്കെ ഡയലോഗ് അടിക്കുക. കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹ് തന്നു എന്നൊക്കെ വേണമെങ്കിൽ ഒരു വർത്തമാനം പറയാലോ. അതിനൊന്നും നിൽക്കാതെ ഒരു പ്രയോഗം, ഒരു മറുപടി ആ മഹദി പറഞ്ഞേക്കണം. എന്താ പ്രയോഗം എന്നറിയോ? മിന്നിന്തില്ല ഹുവ മിന്നിൻ, അത് അല്ലാഹ് തന്നതാണ്, എനിക്കൊന്നും അറിയില്ല, ഇത് അല്ലാഹ് തന്നതാണ്. എന്ത് ഇഷ്ടമുണ്ടാവും അല്ലാഹ്ക്ക് അങ്ങനെയൊക്കെ പറയുന്ന ഒരു അടിമന. എന്തൊരു ഇഷ്ടമായിരിക്കും അല്ലാഹ്ക്ക്. അതിലപ്പുറം ഒരു മനുഷ്യൻ നന്നാവാൻ ഇനി എന്താ വേണ്ടത്? അതേ സമയത്ത് റാങ്ക് ഹോൾഡറായ ഒരാളോട് ഏതെങ്കിലും ഒരു ചാനലുകാരൻ വെറുതെ ചോദിച്ചു നോക്കിയേ, ഹൗ ഡിഡ് യു ഗെറ്റ് ദിസ് ഗ്രേറ്റ് പൊസിഷൻ ബിമനിൽ തഹാദിഹിൽ മൻസിലത്തിൽ ആലിയ, എങ്ങനെ ഇത്രയും റാങ്ക് ഹോൾഡർ ആവാൻ കഴിഞ്ഞത്? ഡയലോഗ് മാസമായിട്ട് വരും. ഡെയിലി ഞാൻ രാവിലെ തന്നെ ഉറക്കത്തുനിന്ന് എണീക്കും, പിന്നെ 9 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തള്ളായിരിക്കും. കൂട്ടുകാരെ, നമ്മൾ ഇൻസ്റ്റാ കൺട്രോളിൽ ജീവിക്കേണ്ടവരൊന്നുമല്ല, വെസ്റ്റേൺ സൈക്കോളജിയിൽ പെടേണ്ടവരുമല്ല. നമുക്കൊരു ഇസ്ലാമിന് ഒരു ആശയമുണ്ട്, അത് പഠിപ്പിക്കാനായി ഹിയ നമ്മളിലേക്ക് ഗസാലിമാം എഴുതി കൊണ്ടുവന്നത്, അത് ഹിയ നമ്മളിലേക്ക് മഹദൂമങ്ങൾ അവതരിപ്പിച്ചെന്നത്. ഈ ലോകത്തെ മുഴുവൻ ആത്മീയ ഗ്രന്ഥങ്ങളും നമ്മുടെ മുന്നിൽ അവർ സമർപ്പിച്ചത് മിൻ ഇൻദില്ലാ, അള്ളാഹുവിൽ വിട്ടുകൊടുക്കുക. ഹാജിയാരെ, നിങ്ങളെല്ലാ ഷോപ്പും അടിപൊളിയാണല്ലോ, ഭയങ്കര ബർക്കത്താണല്ലോ, എവിടെ നിന്ന് കിട്ടിയതൊക്കെ? അതെ, മാർക്കറ്റ് അറിയാം, അതന്നെയാണ് എൻ്റെ കാരണം. കേട്ടോ, വിട്ടുകൊടുക്കൂല, അള്ളാഹ് വിട്ടുകൊടുക്കൂല. ഹാജിയാരെ, മോളെ കല്യാണപ്പോഴാ? 18-ാം തീയതി. ക്യാഷൊക്കെ ഒത്തോ? 5 ലക്ഷം കുറി അടിക്കാനുണ്ട്, എനിക്ക് തന്നെയാണ് തരിക എന്ന് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 5 ലക്ഷം ഞാൻ പൊന്ന് വിറ്റതുണ്ട്. 2 ലക്ഷം ഷെഫീക്ക് തരാനുള്ളത് 2-ാം തീയതി തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളുണ്ടല്ല. എത്രാമത്തെ? 4-ാമത്തെ. എത്രാമത്തെ? 4-ാമത്തെ. കുറച്ച് സുഖക്കുറവുണ്ട് കൂട്ടുകാരെ. ചിരിക്കപ്പുറത്തെ ആശയത്തിലേക്ക് നിങ്ങൾ വരി. മിൻ ഇൻദില്ല എന്ന പ്രയോഗം
ലോകം മുഴുവനും വിശദീകരിച്ചാലും തീരുമോ? മിൻ ഇന്ദില്ല, അത് അള്ള തന്നതാണ്. അതിലുള്ള രസത്രേ, അത് എനിക്കൊന്നും അറിയില്ല, അത് അള്ള തന്നതാണ്. അതാ അടിമകൾക്ക് അബ്ദുള്ളമാർക്ക് ഉണ്ടാവുന്ന മൂന്നാമത്തെ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്താണെന്നറിയാത്? അവർ മുറാഖബയുടെ മുശാഹദയുടെ ലോകത്തേക്ക് നടന്നെത്തും. അങ്ങനെ പറഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ട ആധ്യാത്മിക ലോകത്തെക്കുറിച്ച് ചുരുങ്ങിയ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അതിലുണ്ട് എല്ലാം, അതിലുണ്ട് എല്ലാം. അങ്ങനെ പറഞ്ഞാൽ എന്താ? നീ ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ നീ അങ്ങോട്ട് കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹ് ഇങ്ങോട്ട് കാണോ കാണാതിരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്ന പോലെ ഇബാദത്ത് ചെയ്യണം. അതാണ് ഡിഗ്രി ഹൈ ലെവലിലുള്ളത്. ഇനി അത് നിനക്കില്ലെങ്കിലും ഫഇന്നഹു യറാക്ക്, അടിസ്ഥാന ക്വാളിറ്റി +2 വിദ്യാഭ്യാസമെങ്കിലും വേണം. അള്ളാഹ് ഇങ്ങോട്ട് കാണുന്നുള്ള ബോധം എന്തായാലും വേണം. 3 ചെറുപ്പക്കാർ ബൈക്ക് എടുത്തിട്ട് പോകുന്നു. ഓടിക്കുന്ന ആൾക്കും പിന്നിലുള്ളവർക്കും ഹെൽമെറ്റ് ഇല്ല. രണ്ടാമത്തെ മിസ്റ്റേക്ക് അതാണ്. ഓടിക്കുന്നവനിക്ക് ലൈസൻസ് ഇല്ല. 3. ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചിട്ടാണ് യാത്ര. 4. അമിത വേഗതയിലാണ് പോകുന്നത്. 5. പിന്നെയും പ്രശ്നങ്ങൾ എണ്ണാനുണ്ട്. വിഷയത്തിന്റെ കാമ്പിലേക്ക് വരാം. ബേക്കിൽ പോലീസുകാർ 4 പേര് നിരീക്ഷിക്കുന്നുണ്ട് ഇവരെ. ഏതായാലും കൊണ്ടോട്ടി ഭാഗത്തേക്കല്ലേ പോണ്ടത്, അവിടുന്ന് പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചുകൊണ്ടൊന്നും ഇവരുടെ ഈ കുതിരക്കളി നിൽക്കൂല. കാരണം ബൈക്കിന് മിററില്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് കാണുന്നത് അവർ കാണുന്നില്ല. എന്ന പോലെ നമ്മുടെ ഈ കുതിരക്കളിയൊക്കെ നിൽക്കണമെങ്കിൽ അള്ള ഇങ്ങോട്ട് കണ്ടാൽ മാത്രം പോരാ, അള്ള കാണുന്നുണ്ട് എന്നുള്ള കാണാനുള്ള കണ്ണാടി വേണം. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, അള്ള ഇങ്ങോട്ട് കാണുന്നുണ്ട് മോനെ, ഫഇന്നഹു യറാക്. അതാണ് ഫഇന്നഹു യറാക്. ആ ബുദ്ധി ഇല്ലെങ്കിൽ എങ്ങനെ അബ്ദുള്ളയാവുക? അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഫോൺ എടുത്തിട്ട് അനാവശ്യം കാണുന്നു. ഹറാമാണോ അല്ലയോ എന്നുള്ളതിലൊക്കെ ഒരു പക്ഷെ സംശയമുണ്ട്. അനാവശ്യമാണ് എന്താ? ഒരു സോൺ ലീഡർ മുമ്പിൽ നിന്ന് നമ്മൾ കാണുമോ? ഇല്ല. സ്റ്റേറ്റ് സെക്രട്ടറിന്റെ മുമ്പിൽ കാണോ? എന്തായാലും ഇല്ലല്ലോ. സെക്ടർ ഭാരവാഹിയുടെ മുമ്പെന്നോ? ഇല്ല. ഉമ്മാമയുടെ മുമ്പിൽ നിന്ന് കാണോ ആ തെറ്റ്? ഇല്ല. ഉപ്പാപ്പയുടെ? ഇല്ല. സംസ്ഥാന പ്രസിഡന്റിന്റെ മുമ്പിൽ കാണോ? ഇല്ല. എന്നാ പോട്ടെ, കുറച്ച് ചെറുതാക്കാം നമുക്ക്. നമ്മുടെ പെങ്ങളെ കുട്ടിയുണ്ട്, ഒരു ഫാത്തിമ. ഹദ്ഫു ആഖിരിൽ മുനാദ ഫാത്തിന വിളിക്കല്. ഓള് നമ്മളെ മടിയിൽ വന്നാൽ നമ്മൾ ആ ഹറാമ് കാണോ? ഇല്ല. അള്ള പറയുന്നുണ്ട് ഖുദ്സിയ ഹദീസിൽ, ലാ തജ്അൽനി അഹ്വനൻ നാളിരീൻ, നിങ്ങളെ നോക്കുന്നവരിൽ നിങ്ങൾ എന്നെ ഏറ്റവും ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറ്റരുത് എന്ന് പറഞ്ഞാൽ, സോൺ സ്റ്റേറ്റ് സെക്രട്ടറിൻ്റെയും പ്രസിഡന്റിൻ്റെ വിലയൊന്നും എനിക്ക് തന്നിട്ടില്ലെങ്കിലും ആ ഫാത്തിൻ്റെ വിലയെങ്കിലും ഫാത്തിൻ്റെ വിലയെങ്കിലും എനിക്ക് തന്നൂടെടാ. എന്താടാ എന്നോട് ഇങ്ങനെ? നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻ്റെ ഗർഭപാത്രത്തിലുള്ള കാലം മുതൽ ഫുഡ് തരാൻ തുടങ്ങിയ ഒരാളല്ലേ ഞാൻ. ആ പരിഗണനയെങ്കിലും തന്നൂടെ? ഫാത്തിൻ്റെ വിലയെങ്കിലും തന്നൂടെ? അതാണ് ആ പറയുന്നതിൻ്റെ ഒരാശയം. മുറാഖബയിലേക്ക് എത്തും. എന്ത് രസമായിരിക്കും അത്. അതാണ് അബ്ദുള്ളമാര്, അതാണ് അല്ലാഹുവിൻ്റെ അടിമ. അവർ വേറൊരു താല്പര്യം അവർക്കുണ്ടാവില്ല, വേറൊരു താല്പര്യവും അവർക്കുണ്ടാവില്ല. അപ്പോഴാണ് അവരുടെ നീയത്തിന് ഫലം ഉണ്ടാവുന്നത്. അവരുടെ നീയത്തിന് ഫലം കൂടുതലായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ച ശിഷ്യനോട് ഉസ്താദ് ചോദിച്ചു, മോൻ എന്തിനാ ഈ വീടിന് വിൻഡോസൊക്കെ സംവിധാനിച്ചേക്കുന്നത്, ജനാലുകളൊക്കെ, വെളിച്ചവും കാറ്റൊക്കെ കിടക്കാൻ? അത് നീ നീയത്ത് വെച്ചാലും ഇല്ലെങ്കിലും ജനലിലൂടെ വെളിച്ചവും കാറ്റും കിടക്കൂലേ? അത് വെച്ചോണ്ട് മാത്രമാണോ വെളിച്ചം വരുന്നത്? അതെന്തായാലും നീ നീയച്ച് വെച്ചാലും ഇല്ലെങ്കിലും വരുമല്ലോ. മോനെ, ആ വീടിൻ്റെ ജനൽ വെക്കുന്ന സമയത്ത് പള്ളിയിലുള്ള ബാങ്ക് കേൾക്കണം എന്ന നീയത്താണെങ്കിൽ ഈ വീടുള്ള 40-50 കൊല്ലം നിനക്ക് കൂലി കിട്ടൂലേ? കണ്ട, ഇതിലേക്ക് എത്തണമെങ്കിൽ അള്ളാഹുവിലേക്ക് കണക്ഷൻ ഉണ്ടാവണം ഹൃദയം കൊണ്ട്. ഇങ്ങനെ കണക്ഷൻ ഉള്ളവർ സ്വർഗത്തിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരോട് മലക്കൾ കാര്യമായിട്ട് ഗൈഡായിട്ട് സ്വർഗക്കാരായ മുഖറബിങ്ങളായ അബ്ദുള്ളമാരോട് പറയത്രേ, ഇതാണ് ആപ്പിൾ തോട്ടം. അപ്പോൾ അവർ തിരിച്ചു മലക്കളോട്, എന്താ ആപ്പിള്? കാര്യമായിട്ട് ആപ്പിൾ പറയും. മുന്തിരി? എന്ത് മുന്തിരി? എന്നാൽ പിന്നെ വനഹലും ഉമ്മാൻ,
ഈന്തപ്പനത്തോട്ടം റുമ്മാൻ. എന്ത് റുമ്മാൻ, എന്ത് ഈത്തപ്പഴം? ഓ, ഫ്രൂട്ട്സ് ഇഷ്ടമല്ലാന്ന് തോന്നുന്നില്ലേ? വെജ് എന്ത് വെജ്? എന്താ പിന്നെ ആവുമ്പോൾ ഹോറുല്ലീൻ. എന്ത് ഹോറുല്ലീൻ? അപ്പൊ ഇവരോട് ചോദിക്കും അത്രേ, നിങ്ങൾക്ക് എന്താ വേണ്ടത് സംഭവം, പിന്നെ എന്തിനാ സ്വർഗത്തിൽ കാര്യമായിട്ട് വന്നേന്? അപ്പൊ അവർ ചോദിക്കും അയിനല്ലാ, എൻ്റെ അള്ള എടുത്തോ, എൻ്റെ അള്ള എടുത്തോ. വലൽ ഹൂർ വലൽ ഹിസാൻ, അവർക്കെന്ത് ഹൂറുല്ലീൻ. പിന്നെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ആപ്പിളുണ്ട് മുന്തിരി ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മളോടാ. അല്ലെങ്കിൽ ഈ സിദ്ദീഖങ്ങളൊക്കെ ഉറക്കോയിന് ഇബാദത്ത് ചെയ്ത് ഹൂറുല്ലീനെ കിട്ടാനാ? അബ്ദുള്ളമാരുടെ ഗ്രേഡിലേക്ക് നമ്മൾ വളരുന്നിടത്തേക്കാണ് ഈ ആശയത്തിലേക്ക്, ഉൾസാരങ്ങളിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുക. അതിലേക്ക് നമ്മളെത്തുന്നത്. നാലാമത്തെ ഒരു അബ്ദുള്ളക്ക് ഉണ്ടാവുന്ന നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അഇമ്മത്ത് എഴുതുന്ന കാണാം, അവർക്ക് അള്ളാഹു പറഞ്ഞ ഒരു കാര്യമാണെങ്കിൽ പിന്നെ അവർക്ക് സുന്നത്ത് ഫർള് എന്നുള്ള വേർതിരിവിലേക്കൊന്നും എത്തൂലത്രേ. ഇജ്അലിൻ നവാഫില കൽ ഫറാഇൽ, സുന്നത്തിനെ ഫർള് പോലെ അവർ കാണും. നീ ഇന്നലെ ജമാഅത്തിന് വേണ്ടിനല്ല ഉച്ചക്ക്, ഉസ്താദ് ഇന്നലെ ജുമുഅ അല്ലേ, അപ്പൊ ഇന്നെന്താ വരാതിരുന്നത്? ബിസിനസ് നല്ല തിരക്കുള്ള സമയമാണ്. അപ്പൊ ഇന്നലെ തിരക്കില്ലേ? ഇന്നലെ ജമാഅത്ത് നിർബന്ധമല്ല ഉസ്താദ് ജുമുഅക്ക്, അപ്പൊ ഇന്നോ സുന്നത്തല്ലേ ഉള്ളൂ. അതാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. ഒരേ സമയത്തുള്ള രണ്ടു ജമാഅത്തുകളെ ഒന്ന് ഫർളും ഒന്ന് സുന്നത്തുമായി വേർതിരിക്കുമ്പോൾ നമ്മൾ അബ്ദുള്ളയിലേക്കുള്ള ദൂരം കൂടുകയാണ്. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അതാണ് തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബ്ര പറഞ്ഞത്, ഇജ്അലിൻ നവാഫില കൽ ഫറാഇൽ, നീ സുന്നത്തിനെ ഫർള് പോലെ കാണണം. സഹാബത്ത് സുന്നത്തിനെ കണ്ടത് യാ റബ്ബേ ഇത് സുന്നത്തല്ലേ എന്നാണ്. നമ്മൾ സുന്നത്തിനെ കണ്ടത് അത് സുന്നത്തിലുള്ളൂ. ചെറിയ വ്യത്യാസം, വളരെ ചെറുത്, വാക്കുകളിലെ സ്ലാങ്ങുകളിലുള്ള ചെറിയ വ്യത്യാസം. യഥാർത്ഥത്തിൽ അള്ളാഹു കൽപ്പിച്ചതാണ് എന്ന അർത്ഥത്തിൽ ഇതിനെ ആലോചിക്കുമ്പോൾ സുന്നത്ത് ഫർളുകൾ വേർതിരിവില്ലാതെ അള്ള പറഞ്ഞത് മുഴുവൻ ചെയ്യുമ്പോഴാണ് കമാലുൽ ഉബൂദിയത്ത് ഉണ്ടാവുക, അഥവാ അബ്ദിന്റെ പൂർണ്ണതയിലേക്ക് ഒരാൾ ഉണ്ടാവുക, എത്തിച്ചേരുക എന്ന് മഹാന്മാർ വിശദീകരിക്കും. അതുകൊണ്ടാണ് കാല് വീർത്ത് വരുന്നവരെ നിന്ന് നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിക്കണ്ടല്ലോ, എന്തേ നബിയെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കണത്? അൽ ബഖറ, ആല ഇമ്രാൻ, നിസാ, വലിയ വലിയ സൂറത്തുകളൊക്കെ ഓതിയിട്ട് നിസ്കരിക്കുന്നത് എന്തേ? അതിന് തങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി, ആയിഷു അഫല അകൂന അബ്ദൻ ശക്കൂറ, ഒരു നന്ദിയുള്ള അടിമയായി കിട്ടണമല്ലോ. അള്ള ഇങ്ങനെയൊക്കെ വാരിക്കോരി എനിക്ക് തരുമ്പോൾ അള്ളാൻ്റെ അടുത്ത് ഒരു നന്ദിയുള്ള അടിമയാവണം. നന്ദിയുള്ള അടിമ, നന്ദിയുള്ള അടിമ നമ്മൾ ഓരോരുത്തരും ആയിത്തീരേണ്ടത് അങ്ങനെയാണ്. ഇങ്ങനെ ആയിത്തീരുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്. എന്താണ് ആ റിസൾട്ട്? അതാണ് അഞ്ചാമത്തത്. ഇങ്ങനെ ആയിത്തീരുമ്പോൾ അയാളിൽ ഉണ്ടാവുന്ന റിസൾട്ട് എന്താന്ന് വെച്ചാൽ, അയാളുടെ അവയവങ്ങൾക്ക് തെറ്റു ചെയ്യാതിരിക്കാനുള്ള സംരക്ഷണം അള്ള തന്നെ കൊടുക്കും. അതിനെ മഹ്ഫൂൽ എന്നോ മഅ്സൂം എന്നോ വിളിക്കും. അങ്ങനെ പറഞ്ഞാൽ അവന്റെ കണ്ണ് ഞാനാകും, അവന്റെ കാത് ഞാനാകും, അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ ചിന്ത വരെ ഞാനായിത്തീരും. ഹദീസിന്റെ വിവിധ റിപ്പോർട്ടുകളിൽ കാണാം. അത് അള്ള ഏറ്റെടുത്തോളൂ. ഹാരിസുൽ മുഹാസബി റളിയല്ലാഹു അൻഹു ഭക്ഷണം മുന്നിൽ വന്നിട്ട് ഇദാ മദ്ദ യദഹു ഇല തആം, ഭക്ഷണത്തിലേക്ക് കൈ നീട്ടിയാൽ ഭക്ഷണത്തിൽ വല്ല ഹറാമും ശുബ്ഹത്തും ഉണ്ടെങ്കിൽ മഹാന്റെ വിരലിന് വിയർപ്പ് വരും. കാരണം മോൻ അത് തിന്നണ്ട, മോന്റെ കൈ ഞാനായിക്കോളൂ. മോൻ അത് തിന്നണ്ട. മോൻ നമ്മുടെ സ്പെഷ്യൽ അബ്ദുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അതാണ് മഖ്ദൂം തങ്ങൾക്ക് കുമ്പളങ്ങ കറി വലിയ ഇഷ്ടമാണ്. ഒരു സൽക്കാരത്തിന് പങ്കെടുത്തപ്പോൾ കുമ്പളങ്ങ കറി മുന്നിൽ വെച്ചിട്ടുണ്ട്. മഹാനവറുകൾ അത് കഴിക്കാനിരുന്നപ്പോൾ മഹാനവറുകൾക്ക് ചില പീസുകൾ ബ്ലഡിന്റെ കളറിലാണ് കാണുന്നത്. വീട്ടുകാരനെ വിളിച്ചിട്ട് ചോദിച്ചത് എവിടുന്ന്? നമ്മളെ പറമ്പിൽ തന്നെ. ഷുവറാണോ? അതെ. ഇതാരാ പാചകം ചെയ്തത്? വൈഫാണ്. ഒന്ന് ചോദിക്കാവോ? ചോദിച്ചു. കുമ്പളങ്ങ ഒരു പീസ് മാത്രമേ ഇവിടെ ഉണ്ടായില്ലൂ. മഖ്ദൂമങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം കറി മുന്നിൽ വെക്കണ്ടേ?
ഞാൻ അപ്പുറത്തെ പറമ്പെന്ന് 2 പറിച്ചിരുന്നു. സമ്മതം പിന്നീട് ചോദിക്കാന്നാ കരുതിയത്. ആ 2 ബ്ലഡിൻ്റെ കളറായിട്ട് അള്ള കാണിച്ചു കൊടുത്തത്. കണ്ണ് ഞാനാകും. മഹ്ദൂമ് തങ്ങൾ അത് തിന്നരുത്. നമ്മൾ സ്പെഷ്യൽ അബ്ദുള്ള ടീമാണ്. കണ്ടോ, ഇങ്ങനെ ആവണ്ടേ? നമ്മൾ മരിക്കുന്നതിൻ്റെ തലേന്നെങ്കിലും ആവണ്ടേ? ഈ ഇൻസ്റ്റാക്കാലൊക്കെ എത്ര കാലം നമ്മൾ ഈ തുടരുക? മതിയാക്കി കൂടി. ഇതൊക്കെ ഒരു അബ്ദുള്ളയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കണ്ടേ? അള്ളാൻ്റെ ഇഷ്ടപ്പെട്ട അടിമ, അള്ള ഏറ്റെടുക്കുന്ന അടിമ, എന്ത് രസമുണ്ടാവും. അവൻ്റെ കണ്ണ് ഞാനാണ്. നിങ്ങൾ ഉമർ റളിയല്ലാഹുവിനെ കേട്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹുവിനെ തെറ്റ് ചെയ്യിപ്പിക്കണമെന്ന് ഇബ്ലീസിന് തോന്നിപ്പിക്കാൻ തന്നെ പേടിയാണ്. ചെയ്യിപ്പിക്കാനല്ല, തെറ്റ് ചെയ്താലോ എന്ന് തോന്നിപ്പിക്കാൻ വരെ ഇബ്ലീസിന് പേടിയാ. അവയവങ്ങൾ മുഴുവനും അബ്ദുള്ളയുടെ പ്രകാശം കൊണ്ട് കത്തി നിൽക്കുന്ന കണ്ടിട്ട് ഉമർ റളിയല്ലാഹുവിന് ഒരു വഴിയിൽ വരുമ്പോൾ ഇബ്ലീസ് ഓടിപ്പോകും. മനുഷ്യന്മാരുടെ കഥയാ പറയണത്, അബ്ദുള്ളമാരുടെ കഥകളാണ് പറയണത്. കൂട്ടുകാരെ, നമ്മൾ അബ്ദുള്ളയുടെ നിലവാരത്തിലേക്ക് വളരണം, അതിലേക്ക് ചേർന്ന് നിൽക്കണം. ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് മഹബത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിനോടും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. മഹബത്ത് അവിടെയാണ് രൂപപ്പെടുന്നത്. നിന്റെ മഹബൂബിനെ എല്ലാം സമർപ്പിച്ചു, എന്നിട്ട് നിനക്ക് ലാസ്റ്റ് നോക്കുമ്പോൾ ഒന്നും ഇല്ലാതിരിക്കുക. ഇതിനാണ് ഹുബ്ബ് എന്ന് പറയുക. ഈ ഹുബ്ബിന്റെ കാതലിലേക്കാണ് റബീഉൽ അവ്വലിനെ വസന്തകാലമായി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു പറയണത്, റൗള ചൂണ്ടിയിട്ട് പറഞ്ഞല്ലോ, ഇന്നി അബ്ദഹു വ ഖാദിമഹു, ഞാൻ തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഖാദിമാണ്, അബ്ദാണ്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇസ്ലാം മനസ്സിലാവാത്തവർക്ക് തോന്നും, നബി തങ്ങളോട് അബ്ദ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമയല്ലേ നമ്മൾ, അപ്പോൾ ശിർക്കായില്ലേ എന്നൊക്കെ അവർ ആരോപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. സ്വഹീഹായ ഹദീസാണെന്ന് ഹാഫിള് ദഹബി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു ഉമ്മ ഉസ്താദിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പറയല്ലേ, ഉസ്താദെ എൻ്റെ മോനിക്ക് വേണ്ടി ദ്വാരക്കണം, എൻ്റെ മോന് കള്ളിൻ്റെയും കഞ്ചാവിൻ്റെ അടിമയാണ്. അതിൻ്റെ അർത്ഥം ശിർക്ക് ചെയ്യുന്നു എന്നല്ല, എപ്പോൾ അതന്നെ പരിപാടി ചെയ്യുന്നു. ആ അർത്ഥത്തിന് തന്നെയല്ലേ നമ്മൾ മലയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് നിൽക്കുന്നു, ഇഷ്ടക്കാരനാവുന്നു എന്ന അർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. ഇനി നമ്മളുടെ അബ്ദുൽ മിസ്കീനു യർജു എന്ന വരിയെയും അങ്ങനെയല്ലേ നമ്മൾ വായിക്കേണ്ടത്. ഞാനിപ്പോൾ ആ ഒരു ആശയ വിശദീകരണങ്ങളിലേക്കല്ല പോണത്. ഒറ്റൊരു ശകലം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ അബ്ദാവുക. അബ്ദാകുന്ന സമയത്ത് അയാളുടെ ഹൃദയം നന്മയുടെ ഉറവിടമായിരിക്കും, നന്മയുടെ കലവറയായിരിക്കും, നന്മയുടെ ലോകമായിരിക്കും. ഒരു ദുഷിച്ച ചിന്ത അയാൾക്ക് ഉണ്ടാവില്ല. അയാൾക്കാണ് മഹബത്ത് രൂപപ്പെടുക. അങ്ങനെ 1-ാം നമ്പർ മഹബത്തുള്ള ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്ന് പറയുന്ന സാധനത്തെ കത്തിച്ചു കളയുന്നു, അറുത്ത് കളഞ്ഞു. ദബഹുൻ നഫ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, മാ നഫഅനി മാലു ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ. അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചെന്താ പറഞ്ഞത് പറയാൻ കഴിയുന്നില്ല, ഒറ്റ കരച്ചില്. എന്തിനാ കരയണത് അബൂബക്കറെ? അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ എന്തിനാ പറഞ്ഞത്? അബൂബക്കറിന് അങ്ങനെ ഒരു സ്വത്തില്ലല്ലോ. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ. കടങ്ങള് അബൂബക്കറിനെ തന്നെ തങ്ങൾക്ക് തന്നില്ലേ. അതുകൊണ്ടാണ് ഈ സൗർ ഗുഹയിൽ കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കാനക്ക് യാ റസൂലല്ലാഹ്, തങ്ങൾ ഗുഹന്റെ പുറത്തൊന്ന് ഇരിക്കുമെന്ന് ചോദിക്കുന്നു. എന്തിനാ അബൂബക്കറെ? ഗുഹയിൽ വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ തങ്ങളെ കുത്തിയാലോ കടിച്ചാലോ. അപ്പൊ അബൂബക്കർ കയറുമ്പോ അതിന് അബൂബക്കർ ഇല്ലല്ലോ. അതിന് അബൂബക്കർ മനസ്സിലുണ്ടെങ്കിൽ അബൂബക്കർ വിചാരിക്കണമെങ്കിൽ അബൂബക്കർ ഉണ്ടാവണ്ട നബിയെ. ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ വിരൽ മുറിഞ്ഞു. അപ്പൊ സ്വന്തം വിരലിനോട് പറയണ്ട്, ഇന്നന്തി ഇല്ല ഇസ്ബ ഉന്ത മൈത്തി. ആകെ ഒരു വിരൽ മുറിഞ്ഞതിനാ കാര്യമായിട്ട് സങ്കടപ്പെടുന്നു. വൃത്തിയാക്കുന്നു, മൊത്തം വൃത്തിയാക്കിയിട്ട് തങ്ങളോട് പറയുന്നുണ്ട്, തആലി യാ റസൂലല്ലാഹ്, തങ്ങൾ വരീന്ന്. കാല് നീട്ടി ആ കാലിൽ തങ്ങൾക്ക് തലയണയാക്കിയിട്ട് ഉറങ്ങാൻ സംവിധാനിച്ചു കൊടുത്തു. കാല് യഥാർത്ഥത്തിൽ ഒരു മാളത്തെ ഒരു ദ്വാരത്തെ അടച്ചു പിടിച്ച കാലായിരുന്നു. നമുക്കറിയുന്ന പോലെ അവിടെ നിന്ന് പാമ്പ് കടി കിട്ടി. കാലാണ് വലിയേണ്ടത്, വിഷമുള്ള പാമ്പാണ്. കാലാണ് വലിയേണ്ടത്.
ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരും ആ കാല് വലിച്ചാൽ കാല് അനങ്ങൂല. കാരണം ലോകരാജാവിൻ്റെ തലയണയാണ്. ലോകരാജാവിൻ്റെ തലയണയായതുകൊണ്ട് കാലനങ്ങൂല. മനസ്സിൽ ലോകരാജാവ് മാത്രം. എൻ്റെ കാലെന്ന് പറയുന്ന സാധനമൊക്കെ പണ്ടേ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റിയത് ശുദ്ധീകങ്ങൾ ഉറ്റിച്ചതല്ല, റിഫ്ലക്ഷൻ. നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് നടന്നു പോകുമ്പോൾ വല്ല കമ്പിനോ വല്ല ഇരുമ്പിനോ നമ്മുടെ കാലൊക്കെ തട്ടിയാൽ കണ്ണിന്ന് വെള്ളം വീഴും. നമ്മൾ വിചാരിച്ചിട്ടല്ല, അത് മേ ബി സ്റ്റഡീഡ് ഫ്രം ഫിസിക്സ് അല്ലേ. വെള്ളം ഉറ്റിയപ്പോൾ തങ്ങൾ ഉറക്കിനെട്ടി. മാവിക്ക അബൂബക്കർ വാട്ട് യു ഹാപ്പൻ, എന്തു പറ്റി അബൂബക്കർ? ഉത്തരം രണ്ടെണ്ണ പറഞ്ഞത്. ഒന്ന് ചോദ്യത്തിന്റെ ഉത്തരം, രണ്ട് സിദ്ദീഖങ്ങളുടെ ഉത്തരം. ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയായിരുന്നു? എന്തോ ഒന്ന് കടിച്ചതാണെന്ന് തോന്നുന്നു. ഒറിജിനൽ ഉത്തരം ഫിദാകാബി വ ഉമ്മി യാ റസൂലല്ലാഹ്, ഉറ്റിച്ചതല്ല നബിയെ, ഉറ്റിപ്പോയതാണ്. അബൂബക്കറിനോട് മാപ്പാക്കണം, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി, ഉറ്റിപ്പോയതാണ്, ഞാൻ ഉറ്റിച്ചതല്ലോ, മാപ്പാക്കണേ നബിയെ. അതാണ് ഉത്തരം കൊടുത്തത്. അബ്ദുള്ളമാനിക്കുള്ള ക്വാളിറ്റിയാണ്. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. അല്ല അബൂബക്കർ, കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ നേരത്തുള്ള യാത്രയിൽ, എവിടെ പോയി അത്? അത് മൊത്തം കീറിയിട്ടാണ് ദ്വാരങ്ങൾ അടിച്ചത്. ഡ്രസ്സ് തീർന്നു, ദ്വാരം ബാക്കിയായി. അവിടെ കാല് വെച്ചപ്പോഴല്ലേ പാമ്പ് കിട്ടിയത്. അപ്പൊ ഇനിയുള്ള യാത്രയിൽ അബൂബക്കറിന് ഡ്രസ്സ് വേണ്ടേ? അതിന് അബൂബക്കർ ഇല്ലല്ലോ ഡ്രസ്സ് ഇടാൻ. സ്വയം ഉരുകി തീർന്നിട്ട് അലിഞ്ഞു ചേരുക, അബ്ദുള്ളമാരാവുക, എന്നിട്ട് മഹബത്തിന്റെ ലോകത്തെ നമ്മൾ പുൽകുക. എന്തൊരാനന്ദമുള്ളൊരു ലോകമായിരിക്കും കൂട്ടുകാരെ. SSF ഇന്ത്യ നടത്തുന്ന വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ സംഘടനാ പ്രവർത്തനങ്ങളുടെ പദ്ധതികൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒഫീഷ്യലി അൽഹംദുലില്ലാ നമുക്ക് സംസ്ഥാനങ്ങളാവുന്ന മുഴുവൻ സംസ്ഥാനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനും വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താനും കഴിയുന്നുണ്ട്. അതിൻ്റെ 1 ഡ്രോപ്പ് ചാലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും കഴിയുന്ന പോലെ നല്ല സംഭാവന നൽകണം. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, മദീനക്കാരായ അൻസ്വാറുകളായ സ്വഹാബത്തിനെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ് എന്നും മാത്രമല്ല ആ ഹദീസിന്റെ അർത്ഥം. ദീനിന്റെ സഹകാരികളെ, സംഘാടകരെ സ്നേഹിക്കൽ മുഴുവൻ ഈമാനിന്റെ ഭാഗമാണ് എന്നും ആ ഹദീസിന് താല്പര്യമുണ്ട്. നമ്മളെല്ലാവരും പദ്ധതിയോട് സഹകരിക്കണം എന്ന് സൂചിപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദവാൻ അൽഹംദുലില്ലാഹ്.